ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ പാർട്ട്ണർ നമ്മളെ ചതിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ നമ്മളെ ചതിക്കാത്ത ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കും, നമ്മളെ ചതിക്കുന്ന ആളുകളെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക, ഇങ്ങനെയൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. നോർമലി എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളതാണ്. എസ്പെഷ്യലി നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ അറിയണം എന്ന് എല്ലാവരും വിചാരിക്കാറുണ്ട്. അപ്പോൾ ഈ ചതിക്കുക അല്ലെങ്കിൽ ചതിക്കില്ല എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരാളുടെ കാര്യത്തിലും ഇവർ നിങ്ങളെ ചതിക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഇവർ നിങ്ങളെ ഒരിക്കലും ചതിക്കില്ല, ഇതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ചില കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നമുക്ക് ഏകദേശം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ആൾ നിങ്ങളെ ചതിക്കുന്ന ആളാണോ അല്ലാത്തൊരാളാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് നിങ്ങളെ ചതിക്കാൻ സാധ്യതയില്ലാത്ത ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കും, അതായത് എങ്ങനെ അവരെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറയുന്നു 100% ഈ ആളുകൾ നിങ്ങളെ ചതിക്കില്ല എന്നുള്ളതല്ല. എങ്കിലും ഞാൻ ഈ പറയുന്ന ഈ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർ കുറച്ചുകൂടി നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്ന, ജെന്യുവനായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതേപോലെ തന്നെ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരു പേഴ്സണാണ്. അങ്ങനെയുള്ള ഒരാളായിരിക്കും ഈ ഞാൻ പറയുന്ന സൈനുകൾ വെച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ അതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ, അതായത് ചതിക്കാൻ സാധ്യത കുറവുള്ള ഒരാളായിരിക്കും. അപ്പോൾ ഈ സൈനുകൾ എന്തൊക്കെയാണ്, അതായത് ഇങ്ങനെയുള്ള ആളെ മനസ്സിലാക്കാനായിട്ട് എങ്ങനെ പറ്റുക, അതിന് സഹായിക്കുന്ന സൈനുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളെ ചതിക്കാൻ സാധ്യതയില്ലാത്ത ആളുകൾ എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെയുള്ള ആളുകളെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ബിഹേവിയർ തന്നെയാണ്. അതായത് അവർ പറയുന്നതും ചെയ്യുന്നതൊക്കെ ഒരേ കാര്യം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ചില ആളുകളിൽ ഈ ഒരു വ്യത്യാസം നമ്മൾ കാണാറുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതും ചെയ്യുന്നതൊക്കെ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. പറയുന്നതാവില്ല ചെയ്യുന്നുണ്ടാവുക, ചെയ്യുന്നതാവില്ല പറയുന്നുണ്ടാവുക, കുറേ കള്ളങ്ങൾ പറയുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇവർ കൃത്യമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. നിങ്ങളെ ഒരു കാര്യം പറഞ്ഞ് അതിൽ നിങ്ങളെ വിശ്വസിപ്പിക്കുക, എന്നിട്ട് അവർ ചെയ്യുന്ന കാര്യം വേറെ ഒന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഒന്നും ഹൈഡ് ചെയ്ത് വെക്കണം, ഇതൊന്നും അവർ വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മൂഡ് സ്വിങ്സ് ഒക്കെ പലർക്കും വരാറുണ്ട്, എല്ലാവർക്കും ഏകദേശം ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് പോലും ഇവരുടെ ഭാഗത്ത് നിന്ന്, അതായത് ആ ഒരു സമയത്ത് ഒരു പെരുമാറ്റം, വേറൊരു സമയത്ത് വേറെ പെരുമാറ്റം, അങ്ങനെയൊന്നും ആയിരിക്കില്ല. എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും ഈ ഒരു പേഴ്സൺ എന്നുള്ളതാണ്. സോ ഇവരുടെ ബിഹേവിയർ എപ്പോഴും ഒരേപോലെ തന്നെ ആയിരിക്കും. ഒരിക്കലും നമുക്ക് ഇവരുടെ പെരുമാറ്റത്തിലൊരു സംശയം വരില്ല. ഇയാൾക്ക് ശരിക്കും ഇഷ്ടമാണോ ഇഷ്ടമല്ലേ, ഇതിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെയുള്ള ഒരു സംശയമൊന്നും നമുക്ക് വരാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ബിഹേവിയർ ഇവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടെങ്കിൽ അതൊരു സൈനായിട്ട് നമുക്ക് എടുക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസ്പാരൻസിയാണ്. അതായത് വേറെ ഒന്നല്ല, രഹസ്യങ്ങളൊന്നും ആള് ഇങ്ങനെ കൊണ്ടു നടക്കില്ല എന്നുള്ളതാണ്. ഒന്നും ഹൈഡ് ചെയ്യില്ല, മൊബൈൽ ഫോൺ ഹൈഡ് ചെയ്യില്ല, അതേപോലെ സോഷ്യൽ മീഡിയയിലുള്ള ആക്ടിവിറ്റീസ് ഇതൊന്നും ആള് നിങ്ങളുടെ മറച്ചു പിടിക്കുന്ന കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് നോക്കാം, നോ പ്രോബ്ലം എന്നുള്ളതായിരിക്കും. അതേപോലെ നിങ്ങളുടെ കാര്യങ്ങളും ആള് ഭയങ്കരമായിട്ട് ചകഞ്ഞു നോക്കാൻ വരുന്ന ഒരാളൊന്നും ആയിരിക്കില്ല കേട്ടോ. അപ്പം ഇത്തരത്തിൽ നമുക്ക് സംശയിക്കാൻ പാകത്തിനുള്ള ഒന്നും ആളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. ഇപ്പം ആൾക്ക് രഹസ്യങ്ങളൊന്നും ഇല്ല എന്നൊന്നും ആള് പറയില്ല. അതായത് എനിക്ക് നീ അറിയാതെ ഒരു രഹസ്യമില്ല എന്നൊന്നും ആള് പറയുണ്ടാവില്ല. പക്ഷേ ആൾക്ക് അങ്ങനെ രഹസ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. നോർമലി ഒത്തിരി രഹസ്യങ്ങളുണ്ടല്ലോ, സീക്രറ്റ്സ് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണറെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു രഹസ്യമല്ല, നീ അറിയാത്തൊരു കാര്യം എനിക്കില്ല എന്നൊക്കെ ആള് പറയണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ 100 കൂട്ടം രഹസ്യങ്ങൾ ഇരിക്കല്ലേ. അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ ആളൊക്കെ കണ്ടുപിടിച്ചാലോ എന്നുള്ള പേടിയും കൊണ്ട് അവരെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ് എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നുള്ളത്. പക്ഷെ അവിടെ കുറേ ഉണ്ടാവും. നേരെ മറിച്ച് രഹസ്യങ്ങളൊന്നും ഉള്ളിലില്ലാത്ത, അതായത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ. അതല്ലാതെ പാർട്ട്ണർ അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന കുറേ രഹസ്യങ്ങളൊന്നും ഉള്ളിലില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവരിതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കില്ല. എൻ്റെ ഉള്ളിലൊന്നും ഇല്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നടക്കുകയൊന്നുമില്ല. എന്നാൽ അവരുടെ ഉള്ളിലൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പം എന്തായാലും ഇവർ ഹൈഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഇവർക്ക് ഉണ്ടായിരിക്കില്ല. ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും, ഫോണായാലും സോഷ്യൽ മീഡിയ ആയാലും ഒന്നും തന്നെ ആൾ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു തെറ്റ് അവരുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് അവർ സോറി പറയും. അതായത് എൻ്റെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് ആൾ പറയുകയും ആ ഒരു റെസ്പോൺസിബിലിറ്റി ആൾ ഏറ്റെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് മെച്ചൂർഡ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. മാത്രമല്ല ജെന്യുവൻ ആയിട്ടുള്ള ആളുകളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നുണ്ടാവുക.
സോ ഇവരെങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്കുകൾക്ക് യഥാർത്ഥമായി സോറി പറയാം. ചില ആളുകൾ അങ്ങനെ പറയേയില്ല. എന്തൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്തിട്ടില്ലേ, ഒന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നവരുണ്ട്. പക്ഷെ ഇവരങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്കുകൾക്ക് ഇവരാണ് കാരണക്കാരെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഇവർ ഏറ്റെടുക്കും എന്നുള്ളതാണ്. സോറി പറയാനും യാതൊരു മടിയും ഇക്കൂട്ടർക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ സോറി പറഞ്ഞിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. അത് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ്, നിങ്ങളെ ചതിക്കാൻ സാധ്യതയില്ലാത്ത ആളുകളായതുകൊണ്ടാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോങ് ടേം തിങ്കിങ് ആണ് ആളുടെ ഭാഗത്ത് ഉണ്ടാവുക. അതായത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആൾ നന്നായിട്ട് ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടേത് മാത്രമല്ല, രണ്ടുപേരും ഒരുമിച്ചുള്ള ഭാവിയായിരിക്കും ആളുടെ മനസ്സിലുള്ള ഒരു സ്വപ്നം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ആൾ സംസാരിക്കുന്നുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ആൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് അതിലേക്ക് ആൾ കൂടുതൽ ഫോക്കസ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടാണ് അവരവരുടെ ഭാവി കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കുക. ഇത് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമാണ്. അതായത് അവർക്ക് നമ്മളെ ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെക്കുറിച്ചും അവർ സംസാരിക്കും എന്നുള്ളതാണ്. നമ്മളെ ശരിക്കും ഇഷ്ടമില്ലാത്ത ഒരു കുറച്ച് കാലഘട്ടത്തേക്ക് മാത്രം നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഉൾപ്പെടുത്താനുള്ള സാധ്യത കുറവാണ്. കാരണം സംസാരിക്കുമ്പോൾ അവരുടെ ഭാവി കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പം അതിൽ നമ്മളെ ഉൾപ്പെടുത്താനുള്ള ചാൻസ് ഇല്ല, കുറവാണ്. പക്ഷെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അവരുടെ കൂടെ വേണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരു ക്വാളിറ്റി അവരിൽ കാണുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ചതിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പാസ്റ്റ് പാറ്റേൺ ഒന്ന് നോക്കുക എന്നുള്ളതാണ്. അവരുടെ മുൻപുള്ള റിലേഷൻഷിപ്പുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് ബ്രേക്കപ്പ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ഇവരാണോ കാരണക്കാർ, അല്ലെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് നിന്നിരുന്ന ആ ഒരു പേഴ്സൺ ആണോ? ഏത് രീതിയിലാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നോക്കുക. ഇവരുടെ ഭാഗത്ത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ ഫ്ലാഗ് ആണ്. നേരെ മറിച്ച് കുറേ മിസ്റ്റേക്കുകൾ ഇവരുടെ ഭാഗത്ത് തന്നെയാണ്. കുറേ പേര് പറയുന്നത് ഇവരുടെ ഭാഗത്ത് തെറ്റാണ് എന്നുള്ളതാണ്. പലരും ഇവരുടെ ക്യാരക്ടറെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് റെഡ് ഫ്ലാഗ് ആണ്. സോ അത് ഒന്ന് ചെക്ക് ചെയ്യുക. കുഴപ്പമില്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്, അല്ലെങ്കിൽ പാസ്റ്റ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെയും ചതിക്കാൻ സാധ്യത കുറവാണ്. മുൻപുള്ള റിലേഷൻഷിപ്പുകളിൽ ജെന്യൂൻ ആയിട്ട് നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ആൾ അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന ഒരാൾ തന്നെയായിരിക്കും. അപ്പോൾ അവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം വന്നു കഴിഞ്ഞാൽ ആളതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നുള്ളതാണ്. എമ്പതി നന്നായിട്ട് ആ ഒരു പേഴ്സണിൽ കാണാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് ഹേർട്ടാവുന്ന കാര്യങ്ങളൊന്നും ആൾ ചെയ്യില്ല. അതേപോലെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ചിന്തിക്കും എന്നുള്ളതാണ്. ഇപ്പം എന്ത് കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ഭാഗത്തിനോട് ചിന്തിച്ചാണ് ആൾ പ്രവർത്തിക്കുന്നുണ്ടാവുക. അപ്പം ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ വളരെ നല്ല സൈനുകളാണ്, വളരെ നല്ലൊരു പേഴ്സൺ ആണ് അവരെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ചതിക്കാൻ സാധ്യതയില്ലാത്ത ആളുകളിൽ കാണുന്നതാണ്. സോ അങ്ങനെ നമുക്ക് ഉറപ്പിക്കാം. അതായത് 100% എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു 90% നമുക്ക് ഉറപ്പാണ് അവർ നിങ്ങളെ ചതിക്കില്ല എന്നുള്ളത്. ഇനി നിങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ. എല്ലാവർക്കും അവരുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.